ഹലോ, ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമാണ്. നൈറ്റാണ് നമ്മൾ ഈ വർക്ക് ചെയ്ത് വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം സൺഡേ ആണ്. സൺഡേയിൽ വെഡ്ഡിങ് കേക്ക് 2 ഉണ്ട്. പിന്നെ അല്ലാത്ത കേക്ക് ബേക്കറിലത്തേക്കിന് അങ്ങനെയൊക്കെ ഓർഡറുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഈ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ പോകണമായിരുന്നു കേക്കിൻ്റെ തന്നെ. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തന്നെ 9 മണിയാകാറായി. അതിനുശേഷമാണ് നമ്മളൊരു 10 മണിയായപ്പോഴാണ് ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ ബേക്കിംഗ് ചെയ്ത് ഐസിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏകദേശം ഈ ഒരു ലുക്കിലായപ്പോഴേക്കും തന്നെ സമയം വെളുപ്പിനെ 4:30 പിന്നെ കുറച്ച് സമയവും കൂടെ ഇരുന്ന് വെളുപ്പിനെ 5 മണിയായപ്പോഴാണ് ഞാൻ ഏകദേശം കിടക്കുന്നത്. അപ്പോൾ ഏകദേശം ഫസ്റ്റ് കേക്ക് നമുക്ക് ബേക്കറിലത്തേക്കിനാണ് കൊടുക്കേണ്ടത്. 2 kg ആയിരുന്നു. അപ്പോൾ അത് സെറ്റാക്കി. അതിനുശേഷമുള്ള കേക്ക് റിസ്ക് ഉള്ള കേക്ക് എന്ന് പറയാം. കാരണം വെഡ്ഡിങ് കേക്കാണ്. അത് കൊടുക്കേണ്ടത് പുതുപ്പള്ളി അപ്പുറയാണ്, കോട്ടയം. അപ്പോഴേക്കും നമുക്കത് കേക്ക് നല്ല ഐസിങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡെലിവറി അത്ര സമയം ചെയ്യുമ്പോഴത്തേനും പ്രശ്നങ്ങളൊന്നും വരത്തില്ല എന്നുള്ള പ്രതീക്ഷ വരത്തുള്ളൂ. അപ്പോൾ ഞാനും അണ്ണ ചീസാക്കോട്ടിനും കൂടെ അങ്ങനെ ആക്റ്റീവയിലാണ് പോയത്. മഴയില്ലാത്തതുകൊണ്ട് കാർ എടുത്തില്ല. എന്തായാലും ആക്റ്റീവയിൽ തന്നെ കൊണ്ടുപോയി. അങ്ങനെ നമുക്ക് കേക്കിന് ഓർഡർ തരാനുള്ള വെഡ്ഡിങ് ഡിസൈൻസ് എന്ന് പറയുന്ന കാറ്ററിംഗുകാരുടെ ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. അതവിടെ പോയി സെറ്റ് ചെയ്തിട്ട് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മെഹന്തി കഴിഞ്ഞ ദിവസം ഇട്ടയാളുടെ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അതിന് ജസ്റ്റ് ഒന്ന് കയറണമായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു വെഡ്ഡിങ്ങിന് പോയി. അതിനുശേഷം വന്നു കഴിഞ്ഞിട്ട് 2 kg വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കും കൂടെ ഉണ്ട്. സമയം കിടക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് അടുത്ത ഒരു കേക്ക് 4 മണിയാകുമ്പോൾ ഡെലിവറി ചെയ്യാനുണ്ട്. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാനായിട്ട് പിന്നെ ബാക്കി ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് ഏതായാലും അത് കൊടുക്കണമെന്നുള്ളത് കൊണ്ട് ഉറങ്ങാതെ തന്നെ ബാക്കി സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്ത് നമ്മുടെ വെഡ്ഡിങ് ഫംഗ്ഷൻ ഉള്ളൊരു കേക്കുണ്ട്. അത് 1.5 കിലോ 1 കിലോ കേക്കും താഴത്തെ ഡമ്മിയാണ്, കങ്ങടയിലാണ് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അതും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫോട്ടോ ഒക്കെ, ഒരു മുസ്ലിം ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കെല്ലാം ഏകദേശം സെറ്റായി. ഒരു കേക്ക് ഉണ്ടാക്കി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അത് ഡെലിവറി ചെയ്തതിന് ശേഷം അവരുടെ റിവ്യൂ കിട്ടുന്നുണ്ട് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷനാണ്. എന്തായാലും കുഴപ്പമില്ലാതെ അവിടെ എത്തിക്കാൻ പറ്റി. അങ്ങനെ നമ്മുടെ കേക്ക് അത് കൊടുത്തു. അതിനുശേഷം ഒരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് നമ്മളിന്ന് കേക്ക് വാങ്ങിക്കാറുള്ള ജോബിനെ, ഇർഫാൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ ജോബിനെ ചേച്ചി, അതിൻ്റെ ഇളയമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിനൊരു കേക്ക് കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതും എല്ലാം കൊടുത്ത് കേക്കുകളെല്ലാം കൊടുത്ത് അൽഹംദുലില്ലാ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം സമാധാനത്തോടു കൂടി കിടന്നൊന്ന് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ പഴയ പടിയായി. അപ്പോൾ സൺഡേ അത്യാവശ്യം നമ്മൾ ഫ്രീ ആയിരുന്നുകൊണ്ട് അത്ര ഓർഡർ കിട്ടിയോണ്ട് അൽഹംദുലില്ലാ എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റി. പിന്നെ അണ്ണച്ചി എല്ലാ കേക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടാണ് എനിക്ക് സമാധാനത്തോടു കൂടി ഡെലിവറി ചെയ്യാനായിട്ടും പറ്റിയത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ഷിജന ഷമോൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.